ഏയ്. അതായത് നമ്മൾ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിച്ചു. കാർ എന്തിനാണ് വാങ്ങുന്നത്? നമുക്ക് ഡ്രൈവ് ചെയ്ത് നമ്മളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ കാറ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് കാറ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ഭാഗം നമ്മൾ നോക്കും. അതിൻ്റെ സ്റ്റിയറിങ്, ഗിയർ, വേറെ ബ്രേക്ക്, ക്ലച്ച്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കും. അതായത് ഡ്രൈവ് ചെയ്യാൻ ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ വണ്ടിയെ സംബന്ധിച്ചിട്ട് എന്തൊക്കെ നമ്മൾ അറിയണം, എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഡ്രൈവ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കി അത് നമ്മൾ ഉപയോഗിക്കും. കാറ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നടക്കും, നമുക്ക് യാത്ര ചെയ്യാം കാർ ഉപയോഗിച്ചിട്ട്. പക്ഷേങ്കിൽ അത് മാത്രം പോരല്ലോ, ആ കാറിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. ഓക്കെ, ഈ ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമല്ല, ആ കാറിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് അതിന് കൃത്യസമയത്ത് സർവീസ് ചെയ്യണം, അതിന് ഓയിൽ ചേഞ്ച് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതും കൂടി നമ്മൾ അറിഞ്ഞിട്ട് അത് കൃത്യസമയത്ത് ചെയ്തു കൊടുത്താൽ മാത്രമേ കാറ് നിലനിന്ന് പോകത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ തന്നെ കാറ് നശിച്ചു പോകും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരവും. നമ്മളുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതുമാത്രം പോരാ, ശരീരം നിലനിൽക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ശരീരത്തെ അറിയണം. ഓക്കെ, ശരീരത്തിനെ മുഴുവനായിട്ട് അറിഞ്ഞിട്ട് അതിനെന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതിലെന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മാറ്റങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ശരീരത്തിൽ, അല്ലേ? കാരണം നമ്മളെപ്പോഴും ഇൻപുട്ട് എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട്. ഈ ഇൻപുട്ടൊക്കെ എടുക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ ഡൈജഷൻ നടന്ന് ശരീരത്തിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി അവിടെ എന്തെങ്കിലുമൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട്, നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലുമൊക്കെ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊണ്ടുപോയാൽ, അതും കൃത്യസമയത്തൊക്കെ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ശരീരവും നിലനിന്ന് പോകത്തുള്ളൂ. അല്ലാണ്ട് നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് മാത്രം പോരല്ലോ. അങ്ങനെയാണ് പിന്നെ നമ്മൾ ശരീരത്തിൻ്റെ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാതെ കൊണ്ടുപോകുമ്പോഴാണ് അവിടെ രോഗങ്ങൾ വരുന്നത്, പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു സാധനം നമ്മുടെ ശരീരം. അതിന് കൃത്യമായിട്ട് അറിഞ്ഞ് എപ്പോഴും നമ്മൾ അതിനെ ശ്രദ്ധിക്കണം, അതിനോടൊരു താല്പര്യം കാണിച്ച് അതിനെ മനസ്സിലാക്കി അറിയണം, ശരീരം മുഴുവനായിട്ട് അറിയണം. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ കൂടെ ചേർന്ന് പോകുമ്പോൾ മാത്രമേ രോഗങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെയുള്ളൊരു ശരീരം നമുക്ക് എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ.